ഒരു മന്തി കഴിച്ചാലോ? നന്നായിട്ട് വിശക്കുന്നുണ്ട്. സമയം ഏകദേശം 3 മണിയോടടുത്ത് ആവുന്നുണ്ട്. ബീഫ് മന്തി എവിടെ കിട്ടുമെന്ന ചോദ്യത്തിന് പലരും പറഞ്ഞ ഉത്തരം സൂഫി മന്തി എന്നാണ്. അവരുടെ സംസാരത്തിൽ മനസ്സിലാക്കിയത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. അതിവേഗത്തിൽ തന്നെ നമ്മളവിടെ എത്തി കഴിക്കാനുള്ള ധൃതിയിലാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മികച്ച ഇൻറ്റീരിയറോടുകൂടി നല്ല സീറ്റിങ്ങോടുകൂടിയ അതിവിദഗ്ധമായി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു അകത്തളമാണ്. ഇവിടെ മാത്രമല്ല സീറ്റിംഗ് ഉള്ളത്. ഈ കാണുന്ന 4 മൂലകളിൽ മാത്രമല്ല, തൊട്ടടുത്ത് ഫാമിലി റൂം പോലെ 2 ഭാഗത്തുമായിട്ടുണ്ട്, നേരെ മുകളിലായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് കണ്ട സീറ്റ് തന്നെ ഇരുന്നു. പ്ലേറ്റ് വളരെ വേഗത്തിൽ വന്നു. ഓർഡർ കൊടുത്തത് ബീഫ് മന്തി എന്നാണ്. കൂട്ടുകാരുടെ സംസാരം കേട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ. ബീഫ് മന്തി കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നൊരു ധൃതി നമ്മളിലുണ്ട്. ബീഫ് മന്തി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പോർഷനും കൊണ്ടുവച്ചിരിക്കുന്ന വിധവും എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ആവി പറക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ കാണാൻ സാധിക്കും. മയണൈസും സോസും എല്ലാം ടേബിളിൽ തന്നെ ഉണ്ട്. പക്ഷേ സലാഡ് വന്നിട്ടില്ല. അപ്പോഴാണ് ശ്രദ്ധിച്ചത് 2 ഈച്ചകൾ നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ, നമ്മളോട് എന്തോ എതിർപ്പുള്ള പോലെ കുറേ നേരമായിട്ട് അവർ തുടങ്ങിയിട്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തും അത് തട്ടി അകറ്റാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല സോഫ്റ്റും ബീഫായിരിക്കും കിട്ടുക എന്നാണ് കൂട്ടുകാരുടെ അഭിപ്രായം. പക്ഷേ അത് കണ്ടപ്പോൾ തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അത് നന്നായിട്ട് ചൂയാണ്. അത് കഴിച്ച് ഇറക്കാൻ തന്നെ കുറച്ച് പ്രയാസപ്പെട്ടു. നമ്മൾ റൈസ് കഴിയാൻ ഉള്ള സമയവും നമ്മൾ ബീഫ് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു കാഠിന്യം മനസ്സിലാക്കാമല്ലോ. റൈസ് അതിമനോഹരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റിടങ്ങളിൽ നിന്നൊക്കെ മന്തി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൻ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ്. സലാഡ് പിന്നെ ചോദിച്ചപ്പോഴാണ് തന്നത്, മറന്നുപോയതായിരിക്കാം. ബീഫ് നമുക്ക് ഒരു പണി തന്നു എന്ന് തന്നെ പറയാം. നല്ല ഇൻറ്റീരിയറാണ്. നമ്മൾ ഒരു മറ്റൊരു ലോകത്തേക്ക് എത്തിയതുപോലെ നമുക്ക് കാണാം. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഈച്ചകളുടെ എണ്ണം എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. നേരെ ബില്ലടിക്കാനാണ് പോയത്. 263 രൂപയാണ് ബില്ലായിട്ടുള്ളത്. ഒരു ക്വാർട്ടർ മന്തിക്ക് 263 രൂപ. നേരത്തെ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. റൈസ് നമുക്ക് എത്ര വേണമെങ്കിലും ലഭിക്കും, അൺലിമിറ്റഡ് ആണ്. പക്ഷേ വീണ്ടും വാങ്ങിയില്ല. അത് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കൂടെ കാണുന്ന ഇവനും കോംപ്ലിമെൻ്ററിയാണ്, ലെമൺ ടീ. അത് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ബീഫ് ക്വാണ്ടിറ്റിയിൽ വലിയൊരു പ്രയാസമൊന്നും തോന്നിയില്ല. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ പ്രയാസം തോന്നി. എന്നിരുന്നാലും ഒരു തവണയൊക്കെ നിർബന്ധമായി കഴിച്ചിരിക്കേണ്ട മന്തികളിൽ തന്നെയാണ് സൂഫി മന്തി. ഇനി ഞാൻ പോയ സമയത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അങ്ങനെയും ആവാമല്ലോ.